അപ്പോൾ ഈ ആഴ്ച നമ്മൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് 2 ഇവൻറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ കരുതിയിരുന്നത്. ഒന്ന് US-ൻ്റെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. അത് കഴിഞ്ഞ 29-ാം തീയതി അത് നടന്നു. അതിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. റേറ്റ് അതുപോലെ തന്നെ 4.5 തന്നെ നിൽക്കാനുള്ളത്. അപ്പോൾ അതിനുശേഷം ഇന്ന് ഫെബ്രുവരി 1 നമുക്ക് യൂണിയൻ ബജറ്റും കഴിഞ്ഞു. അത് നമ്മൾ കാര്യമായ ഒരു അതെ മാർക്കറ്റിൽ ഇനി ഒരു റിവേഴ്സലോ അല്ലെങ്കിൽ ഒരു ചേഞ്ചോ എക്സ്പെക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഇവന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഏകദേശം നിഫ്റ്റി എല്ലാം 26,400-500 നിന്ന് ഒരു 10-12% അല്ലെങ്കിൽ 13% കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ മിഡ് ക്യാപ്പ് ഒക്കെ ഒരു 15% കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ബഡ്ജറ്റ് ഒക്കെ വന്നത്. അതെ, അതിൽ കാര്യമായ സർപ്രൈസിങ് എലമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിരുന്ന പോലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെയൊക്കെ ഒരു വലിയ ന്യൂസ് ഒക്കെ ഉണ്ടായി. മിഡിൽ ക്ലാസ്സിന് ഇപ്പം നമ്മുടെ സാധാരണക്കാർക്ക് 12 ലക്ഷത്തോളം വരെ നമുക്ക് ടാക്സ് എക്സംഷൻ വന്നിട്ടുണ്ട്. അതെ, അതുവരെ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നാൽ മാർക്കറ്റിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച പോലൊരു വലിയ മൂവ്മെന്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയില്ല. എന്തായിരിക്കും അങ്ങനെ ഒരു മാർക്കറ്റ് അതിനെ റെസ്പോണ്ട് ചെയ്യാതെ എന്തായിരിക്കും എന്നാണ് നിഖിലിന് തോന്നുന്നത്? ഓക്കെ, ഇപ്പം നമ്മൾ ഓവറോൾ ഇന്നത്തെ പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചോപ്പി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. ഒരു ഷാർപ്പായിട്ടുള്ള സെൽ ഓഫോ ഇല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റോ ഒന്നും വന്നിട്ടില്ല. ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മളെ പോലെ സാധാരണ ഒരു ഇന്ത്യക്കാർക്ക് ഒരു ടാക്സ് എക്സംഷൻ കിട്ടുന്നു എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു സംഭവമല്ല. കാരണം മാർക്കറ്റിൽ വലിയൊരു മൂവ്മെന്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോർപ്പറേറ്റ്സിനോ ഇല്ലെങ്കിൽ FIIസിനോ അങ്ങനെയുള്ള വലിയ ബിഗ് പ്ലേയേഴ്സിന്, അതായത് മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കുന്ന ആരാണോ അങ്ങനെയുള്ള ബിഗ് പ്ലേയേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം കോർപ്പറേറ്റിന്റെ ടാക്സിലൊരു കട്ട് വരികയോ ഇല്ലെങ്കിൽ ഇപ്പം STT എടുത്തു കളയുകയോ ഇല്ലെങ്കിൽ അതിന്റെ പെർസെൻറ്റേജിൽ ഒരു കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് പോസിറ്റീവായിട്ടോ ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ അതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു റിയാക്ഷൻ വരും. നിലവിൽ വന്നിരിക്കുന്നത് സാധാരണക്കാരന് വളരെ വലിയൊരു ബെനിഫിറ്റ്സ് ഉള്ള വളരെ വലിയൊരു ന്യൂസ് ആണെങ്കിൽ കൂടി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതത്ര മാർക്കറ്റിന് ഇൻഡയറക്ട്ലി പല ബെനിഫിറ്റ്സും ഉണ്ട്. കാരണം ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു എമൗണ്ട് മുഴുവൻ നമ്മുടെ മാർക്കറ്റിലോട്ട് തന്നെ വരും. അതുവഴി സ്ലോലി നമ്മുടെ നോക്കിയാല് ഇപ്പം റിയാലിറ്റി സെക്ടറും അതുപോലെ FMCG, ഓട്ടോ അതൊക്കെ നല്ല പോസിറ്റീവ് മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അതെ, അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഈ ഒരു ബഡ്ജറ്റ് കൺസെപ്ഷൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം 12 ലക്ഷം രൂപ വരെയൊക്കെ സാലറി, അതായത് 1 ലക്ഷം രൂപ പെർ മന്ത് സാലറി ഉള്ള ഒരാൾക്ക് ഏകദേശം 70,000-80,000 രൂപയോളം ടാക്സിൽ സേവ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ ഈ വർഷം കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഈ ഒരു 80,000 രൂപ എന്ന് പറയുന്നത് ഏകദേശം ഒരു പെർ മന്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 6,000 to 7,000 റുപ്പീസ് വരും. ഇപ്പം ഒരു വീട് വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റിയാലിറ്റി സെക്ടറിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഒരു റെന്റൽ ഇൻകത്തിനുള്ള TDSൽ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. 2.4 lakhs ഉണ്ടായിരുന്ന ലിമിറ്റിൽ നിന്ന് 6 lakhs വരെ എന്താണ് TDS വേണ്ട, അല്ലെങ്കിൽ TDS 6 lakhs അബോവ് ഇൻകം ഉണ്ടെങ്കിൽ മതി എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നു. അതൊരു ആ ഒരു സെക്ടറിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ കൂടെ ഈ ഒരു ടാക്സ് എക്സംഷൻ കൂടെ കിട്ടുന്നത് വഴി ഒത്തിരി ആൾക്കാർ വീട് വെക്കാനും ഇല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് റിയൽ എസ്റ്റേറ്റിലോട്ട് ചെറിയ രീതിയിലെങ്കിലും ഒക്കെ വരാനും ഇൻവെസ്റ്റ് ചെയ്യാനല്ലേ. അതെ, അപ്പൊ നിരവധി ആൾക്കാർക്കൊക്കെ വീട് വെക്കാൻ വേണ്ടി സാധിക്കും. കാരണം പെർ മന്ത് 7,000 റുപ്പീസ് എന്ന് പറയുന്നത് ഒരു ഹോം ലോണോ ഇല്ലെങ്കിൽ ചെറിയൊരു EMI ഒക്കെ അടയ്ക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പൊ അതുവഴി ആ ഒരു സെക്ടറിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നമ്മള് ഓട്ടോ സെക്ടറിന്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. കാരണം ഈ ഒരു എമൗണ്ട് വീണ്ടും മാർക്കറ്റിലോട്ട് വരും. അതുവഴി ഈ ഒരു 2 വീലറിലോട്ടുള്ള ഒരു എൻട്രി അല്ലെങ്കിൽ 2 വീലർ ഒക്കെ എടുക്കണം. ഇലക്ട്രോണിക് വെഹിക്കിൾസ് അതെ, ഓൾറെഡി നമ്മുടെ ഗവൺമെന്റ് EV സെക്ടറിനെ വളരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ബഡ്ജറ്റിൽ ഈ ഒരു കസ്റ്റംസ് ഡ്യൂട്ടി ഈ ഇലക്ട്രോണിക്സ് വെഹിക്കിളിന്റെ കോമ്പോണൻസിന്റെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുവഴി വാഹനങ്ങളുടെ വില കുറയാനും ഇല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഈ ഒരു എമൗണ്ട് വരുമ്പം 2 വീലർ സെക്ടറിലോട്ടുള്ള എൻട്രി വളരെ ഈസി ആയിരിക്കും. റൂറൽ ഏരിയയിലൊക്കെ നിരവധി എന്താ പറയുക ഈ ട്രാക്ടറോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പർച്ചേസസ് ഒക്കെ വളരെ നല്ല രീതിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി ഗവൺമെന്റ് അഗ്രികൾച്ചർ സൈഡിൽ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കൂടെ നമുക്ക് നോക്കുമ്പോൾ ഓട്ടോ സെക്ടറിന് വളരെ പോസിറ്റീവാണ്. FMCGന്റെ കേസിലും സിമിലർ ആണ്. കാരണം ഇത്ര എമൗണ്ട് മാർക്കറ്റിലോട്ട് വരുവാണ്, വീണ്ടും പർച്ചേസ് വേണമെങ്കിൽ കൂടാം,
മേടിക്കണം എന്ന് വിചാരിച്ച പല കാര്യങ്ങളിലോട്ടും പർച്ചേസസ് പോവാം. സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 70,000, 80,000, 1,00,000 രൂപ ടാക്സ് ആയിട്ട് പോകുന്ന എമൗണ്ട് ഇത്തവണ നമ്മളുടെ പോക്കറ്റിൽ തന്നെ നിലനിൽക്കും. അത് നമ്മൾ പല കാര്യങ്ങൾക്ക്, അത് ചിലപ്പോൾ വീട് വെക്കാനായിരിക്കാം, ചിലപ്പം വാഹനം മേടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഈ പറഞ്ഞ FMCG സെക്ടറിലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിരിക്കാം. അത് ആ ഒരു എമൗണ്ട് നമ്മളുടെ മാർക്കറ്റിൽ തന്നെ വീണ്ടും നിലനിൽക്കുകയും മാർക്കറ്റിൽ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അത് നമ്മളുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ബഡ്ജറ്റ് നമ്മൾ എടുത്തു നോക്കിയാൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ന്യൂസിൽ പറഞ്ഞു കേട്ട പോലെ തന്നെ ഒരു കസ്റ്റമർ സെൻട്രിക് ബഡ്ജറ്റ്. അതെ 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 അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെക്ടറുകളിൽ നമ്മൾ പ്രധാനമായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഈ പറയുന്ന റിയാലിറ്റി, ഓട്ടോ, അതേപോലെ തന്നെ FMCG സെക്ടറിൽ നല്ല 3%-ലധികം മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ പക്ഷേ ഇന്ന് ഡിഫൻസും നമ്മള് റെയിൽവേ, അതെ അതെ നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സ് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിരവധി ആൾക്കാർ വളരെ പ്രതീക്ഷയോടുകൂടി മേടിച്ചിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഒത്തിരി ആൾക്കാർ മേടിച്ച് പെട്ടുപോയവരുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈയിലൊക്കെ പോയി. കാരണം IRFC ആയാലും RVNL ആയാലും വളരെ വലിയ പെർസെൻറ്റേജ് റിട്ടേൺ കൊടുത്തിട്ടുള്ള ഷെയറുകളാണ് റെയിൽവേ സെക്ടറിൽ. അപ്പം അതിൻ്റെ മുകളിൽ പോയി പല ആൾക്കാർ സ്റ്റോക്ക് മേടിച്ചു. ഇപ്പം വളരെ വലിയ രീതിയിലല്ല, എന്നാലും ഒരു 20-25% കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിലും ആൾക്കാരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ബഡ്ജറ്റിൽ എന്തെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, റെയിൽവേനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ബഡ്ജറ്റിലൊരു അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നുള്ളതാണ്. അത് നമുക്ക് ഇന്നലെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. കാരണം ഇന്നലെ നമ്മളുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്ത സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റെയിൽവേ സെക്ടറും, കാരണം RVNL 10% അടുത്ത് മൂവ് ചെയ്തു, ടൈറ്റാക് വാഗൺ അതേപോലെ മൂവ് ചെയ്തു. സെയിം ടൈം നമ്മൾ ഡിഫൻസ് സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിലും മീൻസ് ഷിപ്പിംഗ് പ്ലസ് ഡിഫൻസിലുള്ള സ്റ്റോക്കുകൾ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ആയാലും മാസ്ഡോഗ് ആയാലും പാരാസ് ഡിഫൻസ് ഒക്കെ ആയാലും നല്ല രീതിയിൽ മൂവ് ചെയ്തു ഈ ഒരു ബഡ്ജറ്റ് എക്സ്പെക്ടേഷന്റെ പുറത്ത്. പക്ഷേ എന്താ പറയുക, അതേപോലെ തന്നെ CPSE നമ്മളുടെ ബജറ്റില് അതിന് യാതൊരു തരത്തിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നതായിട്ട് നന്നായിട്ട് ബാധിച്ചു, മോശമായി ബാധിച്ചു. അതെ 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 എല്ലാ സ്റ്റോക്കുകളും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു. ഇപ്പം നമ്മുടെ CPSE സെക്ടർ, ഇപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് ആയാലും എനർജി ആണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ സെക്ടറും തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ഓവറോൾ കോസ്റ്റ് ടു കോസ്റ്റ് എന്നുള്ള രീതിയിലാണ് ക്ലോസിംഗ് നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഈ പറയുന്ന സെക്ടറുകളിലൊക്കെ നല്ല രീതിയിലുള്ളൊരു സെൽ ഓഫ് വന്നു. എന്നാൽ സെയിം ടൈം അപ്പുറത്ത് നമുക്ക് റിയാലിറ്റിയിലും ഓട്ടോയിലൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെന്റ്സും കാണാൻ വേണ്ടി സാധിച്ചു. ഇനിയിപ്പോൾ നമുക്ക് നല്ല മൂവ്മെന്റും മോശം മൂവ്മെന്റും പല സെക്ടറിലും കാണാൻ സാധിച്ചെങ്കിലും ഇനിയിപ്പം ഈ ബജറ്റിന്റെ ഇമ്പാക്റ്റിന് കണ്ടിന്യൂ ചെയ്തും അതുപോലെ തന്നെ പോകുമോ എന്നുള്ളത് അതെ അതെ നമുക്കത് വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ഒരു ക്ലിയർ പിക്ചർ മനസ്സിലാവുള്ളൂ. നോർമലി ഇപ്പൊ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോൺ ഇവന്റ് ആയിട്ട് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇല്ലാതെ മാർക്കറ്റ് പോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ ഫർദർ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഫർദർ ഓൾറെഡി മാർക്കറ്റ് ഒരു നെഗറ്റീവ് ഇതിലാണുള്ളത്. കാരണം FIS നല്ല രീതിയിൽ വിറ്റുമാറുന്നുണ്ട്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി FISന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇൻഷുറൻസ് സെക്ടറിൽ ഇപ്പൊ ഒരു അനൗൺസ്മെന്റ് വന്നതിലുള്ളത്, ഇൻഷുറൻസിൽ 74% ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നത് അത് ഇനി മുതൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് 100%. അതെ അത് ആ ഒരു സെക്ടറിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. നമുക്ക് ആ ഒരു ഇൻഷുറൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ വലിയൊരു റിയാക്ഷൻ കാണാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ആ ഒരു അനൗൺസ്മെന്റ് ആ ഒരു സെക്ടറിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഫർദർ ഇൻവെസ്റ്റ്മെന്റ് വരുമോ എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അതിന്റെ ആ ഒരു സ്റ്റോക്കിന്റെ മൂവ്മെന്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും നമുക്ക് സെക്ടേഴ്സിന്റെ മൂവ്മെന്റ് ഒക്കെ ഇനി വരുന്നത് എന്താണെന്നൊക്കെ നോക്കാം. അപ്പൊ ഇന്ന് ബജറ്റ് ഡേ ആയിട്ട് എന്തെങ്കിലും ബജറ്റ് റിലേറ്റഡ് ട്രേഡ്സ് എടുത്തിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു സ്ട്രാറ്റജി ഇന്ന് യൂസ് ചെയ്തത്? ഓക്കെ, നോർമലി ഞാൻ സ്വിംഗ് ട്രേഡ് ആണ് ചെയ്യാറുള്ളത്. പക്ഷെ മാർക്കറ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കറക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ സ്വിംഗ് ട്രേഡ്സ് ഒന്നും എടുക്കുന്നില്ല. നമ്മുടെ ചാനലുകളിലൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും നിഫ്റ്റിയിലൊക്കെ സപ്പോർട്ട് എടുക്കുന്നതായിട്ടും ഒരു റിവേഴ്സൽ എടുക്കുന്നതായിട്ടൊക്കെ തോന്നിയിരുന്നു. പക്ഷേ സ്റ്റിൽ ഒരു മേജർ ആയിട്ടുള്ള ഇവന്റ്, അതായത് നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് ഇന്നുണ്ട്. 7-ാം തീയതി RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. 8-ാം തീയതി 9-ാം തീയതി ആയിട്ട് ഡൽഹിയിലെ റിസൾട്ട് ഉണ്ട് ഇലക്ഷൻ്റെ. അപ്പോൾ ഇത്രയും ഇവന്റ്സ് ഉള്ളത് കൊണ്ട് പേഴ്സണലി നല്ലൊരു പൊസിഷൻസ് എടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. ഇന്നത്തെ ബഡ്ജറ്റിന് ശേഷം എടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇന്നത്തെ മൂവ്മെന്റ്സിൽ ഞാൻ കോൺഫിഡൻസ് അല്ല. പക്ഷേ ബീറിഷ് സെന്റിമെന്റ്സും ഇല്ല, എന്നാൽ ഒരു ബുള്ളിഷ് സെന്റിമെന്റ്സും ഇല്ല എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ മാർക്കറ്റിന്റെ ഡയറക്ഷന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇക്വിറ്റിയിൽ ഒരു പൊസിഷൻസ് ഞാൻ ബിൽഡ് ചെയ്തിട്ടില്ല. പേഴ്സണലി ഞാൻ ഇന്ന് രാവിലെയൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ IV അല്ലെങ്കിൽ ഓപ്ഷനിലൊക്കെ IV ഇൻക്രീസ് ആയി നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റ് 23,500 സെയിം ടൈം നമുക്ക് 25,000 ഇല്ലെങ്കിൽ 24,800 കോൾ ഓപ്ഷൻ ഈ വീക്കിന്റെ
ഫെബ്രുവരി 6th എക്സ്പയറി ഉള്ള ഈ വീക്കിന്റെ 1500 പോയിന്റ് നിഫ്റ്റിയിൽ നിന്നൊക്കെ അകലെയുള്ള കോൾ ഓപ്ഷൻ വരെ അത്യാവശ്യം മോശമില്ലാത്ത ഒരു പ്രീമിയം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട് എടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് ഇന്നെടുത്ത ഒരു ട്രേഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ സ്വിങ്ങിന് തൽക്കാലം എന്തായാലും ഒരു ഇപ്പോഴും ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുപോലെ തന്നെ ഇനി ഒരു RBIയുടെ ഡിസിഷൻ ആ ഒരു ഇവൻറ്റും കൂടി കഴിഞ്ഞിട്ട് വിക്സ് ഒന്നുകൂടി കൂൾ ഡൗൺ ആയിട്ട് ഇല്ല, ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആക്ച്വലി ഇവന്റിനേക്കാൾ ഉപരി പ്രൈസ് ആക്ഷനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കല്. അപ്പം സപ്പോർട്ട് എടുത്തു എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ മേജർ ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. അതുകൊണ്ടാണ് മാറി നിന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് അപ്സൈഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിൽ 1-2 പൊസിഷൻസ് എടുത്തുകൊണ്ട് അത് വർക്ക് ആകുന്നുണ്ട്, മാർക്കറ്റ് ഫേവറബിൾ ആണ്, ആ ഒരു ട്രേഡ് നമുക്ക് സക്സസ് ആകുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രം മുന്നോട്ട് ട്രേഡ്സ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഇനി അങ്ങനെയല്ല, പകരം മാർക്കറ്റ് താഴോട്ടാണെന്നുണ്ടെങ്കിൽ ട്രേഡിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. അത് തന്നെയായിരിക്കും ഞാൻ എന്നെ ഫോളോ ചെയ്യുന്നവർക്കും സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ഇവൻറ്റിൻ്റെ ബാക്കി ഇനി അടുത്ത ആഴ്ച നമുക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ് ഒക്കെ വരുന്നതെന്ന് നോക്കാം. എന്നിട്ട് അതുപോലെ അടുത്ത ആഴ്ചത്തെ ഇവൻറ്റ്സും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം.